ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നല്ല ബുള്ളിഷിൽ തന്നെയായിരുന്നു പ്രൈസ് മൂവ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു 50 മിനിറ്റിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് കാണിച്ചിട്ട് അവിടുന്ന് പ്രൈസ് രണ്ട് ഓർഡർ ബ്ലോക്ക് നമ്മൾ കാണിച്ചിരുന്നു, ഡിസിഷനും ബുള്ളിഷും ബിയറിഷും. അപ്പോൾ നമ്മളൊരു ബിയറിഷ് ഓർഡർ ബ്ലോക്കിൽ വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ചയും പ്രൈസ് നല്ല ബുള്ളിഷ് ആയിരുന്നു. അപ്പോൾ ഈ മാസം തുടങ്ങിയിട്ട് പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് പോകുന്നത്. മിക്കവാറും പ്രൈസ് ഈ ഹൈ എടുക്കാം, ചിലപ്പോൾ എടുക്കാതിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും കഴിഞ്ഞ ആഴ്ചയിൽ നല്ല ന്യൂസ് ഉണ്ടായിരുന്നു, ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടായിരുന്നു, CPI ഉണ്ടായിരുന്നു, എല്ലാം പോസിറ്റീവ് ആയിരുന്നു. ആ സമയത്ത് പ്രൈസ് ഒന്ന് മേളിലേക്ക് മൂവ് ചെയ്തു തിരിച്ച് താഴേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്തു. എന്താ വെച്ചാൽ ഈ ഇൻഫ്ലേഷൻ റേറ്റ്, CPI ന്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഹൈ ഇമ്പാക്ട് ന്യൂസ് പോലെയല്ല. ആ ദിവസം ആ ന്യൂസ് സമയത്ത് വോളിയം കുറവായിരിക്കും, ട്രേഡേഴ്സ് ഉണ്ടാകില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 മണിക്കൂർ ആ ഒരു ന്യൂസ് നമ്മളുടെ പ്രൈസിനെ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ചില പ്രൈസ് മൂവ് ചെയ്യുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നത് കൊണ്ട് തന്നെ ആ ന്യൂസ് നല്ല രീതിയിൽ മൂവ്മെന്റ് കൊണ്ടുവന്നു. പിറ്റേ ദിവസം ആ ന്യൂസിന്റെ പോസിറ്റീവ് ന്യൂസ് പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെ പോയി. നമ്മളെല്ലാവരും ബൈ സൈഡ് നിൽക്കാനാണ് പറഞ്ഞത്, ആകെ ഒരു സെൽ സൈഡ് മാത്രമേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫ് ആയിട്ട് നല്ല പ്രോഫിറ്റ് ഒക്കെ എടുത്ത് കണ്ടു. വളരെയധികം സന്തോഷം. അപ്പോൾ നമുക്ക് വീക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രൈസ് ജസ്റ്റ് ഒന്ന് മൺഡേ ഓപ്പൺ ചെയ്ത സമയത്താണ് പ്രൈസ് ജസ്റ്റ് ഒന്ന് താഴേക്ക് മൂവ് ചെയ്തതിന് ശേഷം പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെയായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് വീക്കിന്റെ ഹൈ ഒക്കെ എടുത്തായിരുന്നു. പ്രൈസ് ബുള്ളിഷ് ആകുമ്പോൾ വീക്കിന്റെ ഹൈ എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളുടെ പ്രീവിയസ് വീക്കിന്റെ ഈ ലോ എടുത്തതിന്റെ പ്രൈസ് ഏകദേശം ടാർഗറ്റ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്തെന്നാ ഈ ഹൈ ആയിരിക്കണം ടാർഗറ്റ്. നമുക്ക് നോക്കാം, ഡേയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഡേയുടെ ഒരു ഡിസിഷൻ ലോബിയിൽ നിന്നാണ് പ്രൈസ് പോയേക്കുന്നത്. നമ്മൾ ഈ ഒരു നമ്മളിവിടുത്തെ ഈ ഒരു ഇംബാലൻസ് വരെയാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. നമുക്ക് ഇവിടെ TP കിട്ടിയായിരുന്നു. എങ്ങാനും പ്രൈസ് ഈ ഒരു റിയാക്ഷന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഹോൾഡ് ചെയ്താൽ പോകും. അതുകൊണ്ടാണ് എന്താ വെച്ചാൽ പ്രൈസ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കഴിഞ്ഞ ഒരു റേഞ്ചിലേക്ക് വന്നു. ഇനിയും പ്രൈസ് ബുള്ളിഷ് തന്നെയാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടാർഗറ്റ് നമ്മൾ ഈ എടുത്ത ട്രേഡ് ഇതാണ് ഹൈ എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പ്രോഫിറ്റ് എടുത്ത് മാറി. നല്ലൊരു ട്രേഡ് ആയിരുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ലൊരു ടാർഗറ്റ് നമുക്ക് കിട്ടി. നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 4 അവറിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 അവറിലെ IDM എടുത്തു. 4 അവറിലും പ്രൈസ് മൂവ് ചെയ്തു. പ്രൈസ് എങ്ങാനും പ്രൈസിന് ഇത് മൂവ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു ബിയറിഷ് മൂവ്മെന്റ് ഇതുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഓർഡർ ഫ്ലോ എന്നാണ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് പോയത്. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ഓർഡർ ഫ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് നല്ലൊരു മൂവ്മെന്റ് തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ, ഈ ഓർഡർ ഫ്ലോ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് ബൈ ചെയ്യാം. പ്രീവിയസ് ഹൈ തന്നെ നിങ്ങൾക്ക് ടാർഗറ്റും ചെയ്യാം. നമുക്ക് 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 അവറിലും ആ ഒരു ഓർഡർ ഫ്ലോ വാലിഡ് അല്ലെ. ഒരു ഓർഡർ ഫ്ലോ എന്ന് മാത്രമേ ഉള്ളൂ, ഭയങ്കര ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ഒന്നും അല്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ 1 അവറിൽ വരികയാണെങ്കിൽ 1 അവറിന്റെ എക്സ്ട്രീമിൽ നിന്നാണ് പ്രൈസ് പോയതെങ്കിൽ പുതിയ ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുകയോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇറങ്ങാം. നമുക്കിപ്പോൾ മൺഡേ നല്ല രീതി വാച്ച് ചെയ്യാം. മൺഡേ ഞാൻ വാച്ച് ചെയ്യാൻ പറയുന്നത് വെറുതൊന്നും അല്ല. മൺഡേ എപ്പോഴും എല്ലാവരും മൺഡേ വന്ന് ട്രേഡ് എടുത്ത് ആകെ ഇടങ്ങേറാകുന്നത് പലപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ മൺഡേ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലെ, പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് വീണ്ടും വന്ന് അല്ലെ, അവിടെ നിന്നാണ് പ്രൈസ് പിന്നെ തിരിച്ചു കയറി പോന്നിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഓരോ മൺഡേയിലും പ്രൈസ് ആവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു ട്രെൻഡിനനുസരിച്ച് പോകാൻ സാധ്യത. മൺഡേ ഫ്രൈഡേ നിങ്ങളൊരു ന്യൂയോർക്ക് സെക്ഷനൊക്കെ ആകുമ്പോഴത്തേക്കും മാറുന്നതാണ് എപ്പോഴും നല്ലത്. ഏഷ്യനും ലണ്ടനൊക്കെ കുഴപ്പമില്ലാതെ എടുക്കാം. അപ്പൊ നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റത്തെ മൂവ്മെന്റ് ആണ് നമുക്ക് ഈ ആഴ്ച ഏറ്റവും നല്ല മൂവ്മെന്റ് കൊണ്ടു തന്നത്. 50 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെല്ല് നല്ല രീതിയിൽ എടുത്തു. ഏകദേശം പ്രൈസ് വന്നു പോയതെന്ന് പറഞ്ഞാൽ 397 പ്രൈസ് എവിടം വരെ വന്ന് നോക്കി 370, ഏകദേശം ഒരു 300 പിപ്പ് പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി, സെക്കൻഡ് ടാർഗറ്റ് കിട്ടി, തേർഡ് ടാർഗറ്റ് കിട്ടി. അങ്ങനെ ചെറിയ ടാർഗറ്റുകൾ തന്നെയാണ് വെച്ചിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ചെറിയൊരു ട്രേഡ്, ഞാൻ ഒരു ഇതിൽ സിംഗ് ട്രേഡും എടുത്തു, അത് വന്ന് ബ്രേക്ക് ഇവൻ അടിച്ചായിരുന്നു. അപ്പൊ ബാക്കിയുള്ള എല്ലാം നമ്മൾ ഡേ ട്രേഡ് ചെയ്യുന്ന മിക്കതിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് സാധിച്ചു. ഞാൻ പിന്നീട് വെച്ചിരുന്ന വെച്ചത് ഈ ഒരു ടാർഗറ്റ് ആയിരുന്നു ഡേ ട്രേഡ് ചെയ്യണം. പക്ഷെ അവിടെയൊന്നും പ്രൈസ് വന്നില്ല. പ്രൈസ് നേരെ നല്ല രീതിയിൽ ബുള്ളിഷിപ്പ് പോയി. പ്രൈസ് വരാഞ്ഞത് ഇപ്പൊ ഞാൻ ഈ 4 അവറിന്റെ ഒരു ഓർഡർ ഫ്ലോ വരച്ചില്ലേ, ആ ഓർഡർ ഫ്ലോയിൽ നിന്ന് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഓർഡർ ഫ്ലോ ശ്രദ്ധിച്ച ആളുകൾക്ക് അറിയാം പ്രൈസ് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് മൂവ് ചെയ്തതെന്ന്. അപ്പോൾ നമുക്ക് 50 മിനിറ്റിലേക്ക് തന്നെ വരാം. 50 മിനിറ്റിന്റെ ഒരു ഇന്റേണൽ സ്ട്രക്ചർ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് വീക്ക് ഡേ 4 അവറിലേക്കാണ് പറയുന്നത്. മന്തൊക്കെ പറയാറുണ്ട്. പക്ഷെ
50 മിനിറ്റിൽ ഇന്ത്യയുടെ 5 മിനിറ്റ് ഇന്ത്യയുടെ സ്ട്രക്ചർ എടുക്കുന്ന ട്രേഡേഴ്സ് വരെ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ ട്രേഡ് എടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 മിനിറ്റിന്റെ സെറ്റപ്പിൽ ഒരുപാട് എൻട്രി സെറ്റപ്പുകൾ പ്രൈസ് മൂവ് ചെയ്തിട്ട് ഇവിടെ വന്നു. പ്രൈസ് താഴേക്ക് ഇപ്പൊ മൺഡേ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് മൂവ് ചെയ്ത് എനിക്കൊന്ന് ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക് എല്ലാം ബിയർഷിൽ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് പ്രൈസ് ഇവിടെ വന്നു. അതിനുശേഷം പ്രൈസ് ഇവിടെ ഒരു ഇന്റേണൽ ഐഡിയം എടുത്തിട്ട് എക്സ്ട്രീമിൽ പ്രൈസ് വന്നിട്ട് പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. അപ്പോൾ ഒരു 50 മിനിറ്റിന്റെ ഇന്റേണൽ ഫസ്റ്റ് പോയി, സെക്കൻഡ് ഇന്റേണൽ പോയി, ഇവിടെയൊന്നും ഇന്റേണൽ കിട്ടിയില്ല, തേർഡ് ഇന്റേണൽ പോയി. ഇന്റേണൽ എവിടെയൊക്കെ എടുത്തിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഫേക്ക് ഒന്നും തരാതെ പക്കയായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് പോയി, ഫിഫ്ത്ത് പോയി, കണ്ടോ. ഈ ഒരു മൂവ്മെന്റിലാണ്. അപ്പൊ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ഈ രീതിയിലാണ് പോകുന്നത്. ധൈര്യമായിട്ട് എടുക്കാമെന്നും നല്ല പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതേ ഉള്ളായിരുന്നു. അപ്പോ നോക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇന്റേണൽ തന്നെ മൂവ് ചെയ്തത് നമുക്ക് 50 മിനിറ്റിന്റെ നല്ല രീതിയിൽ കാണാൻ പറ്റി അല്ലെ. 50 മിനിറ്റിൽ ഐഡിയം എടുത്ത് പ്രൈസ് മൂവ് ചെയ്തു. ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഐഡിയം എടുത്തു. ഇവിടെയൊന്നും ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രൈസ് ഈ ഒരു നമ്മളുടെ 4 ഹവറിന്റെ ഓർഡർ ഫ്ലോയിൽ നിന്ന് പോയ മൂവ്മെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രൈസ് നല്ല രീതിയിൽ ഇന്റേണൽ എടുത്തെടുത്തിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്തത്. അപ്പോൾ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, പല ട്രേഡുകളും എടുക്കാമായിരുന്നു. നമ്മൾ ഒരു ദിവസം ആവർത്തിച്ച്, രണ്ടാമത്തെ ദിവസം ആവർത്തിച്ചിട്ട് മൂന്നാമത്തെ ദിവസം എടുക്കുന്നതിന് പ്രശ്നമില്ല. നമുക്ക് തലേ ദിവസം എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്ന ആ മൂവ്മെന്റ് തന്നെയായിരിക്കും. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും ട്രേഡിന് ഇരിക്കുമ്പോൾ തലേ ദിവസം ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിന് കയറുക. നിങ്ങൾ കയറുമ്പോൾ തന്നെ ഒരു ട്രേഡ് കണ്ടു കഴിഞ്ഞാൽ പോലും അതിൽ കയറാതെ കഴിഞ്ഞ ദിവസം ബാക്ക് ടെസ്റ്റ് ചെയ്ത് അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ട്രേഡിന് കയറുന്നത്. അല്ലാതെ അപ്പോൾ ഒരു 50 മിനിറ്റിന്റെ ഇന്റേണൽ ഞാൻ വളരെ അധികം എടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കാത്ത, നമ്മൾ കാണിച്ചു തരും. അത് എടുക്കാൻ വേണ്ടിയാണ് കാണിച്ചു തരുന്നത്, അല്ലാതെ നമുക്കത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ നമ്മളൊരു സിഗ്നൽ ഗ്രൂപ്പ് പോലെ അത് എടുക്കുന്നതായിരിക്കും പറയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. 1 ഇയർ ആയി. അപ്പോൾ ഒരുപാട് ബിഗിനേഴ്സ് കൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്ന നല്ല എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് ഉണ്ട്. എന്നെക്കാൾ അടിപൊളിയായിട്ട് എടുക്കുന്ന ഒരുപാട് ട്രേഡേഴ്സിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ ഇഷ്ടംപോലെ പേരുണ്ട്, അവർക്കൊക്കെ അറിയാം നമ്മൾ എന്താണ്, എങ്ങനെ പറയുന്നത്, അത് എങ്ങനെ എടുക്കണമെന്ന്. അപ്പോൾ ബിഗിനേഴ്സ് വളരെ ശ്രദ്ധിച്ചെടുക്കുക, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും നമ്മളിവിടെ ഫീഡ് ചെയ്യുന്നതല്ല, ബേബി ഫീഡിങ് അല്ല നടത്തുന്നത്. ഒരാൾ ഇൻഡിപെൻഡന്റ് ആക്കാനാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മുടെ കോഴ്സ് എടുക്കാത്ത പുറത്തു നിൽക്കുന്ന ഒരുപാട് പേരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് പോകുന്നത്. പല സ്ഥലങ്ങളിലും സെല്ല് എന്നാ പറയുന്നത്. നമ്മൾ ആകെ ഒരു സെല്ലേ പറഞ്ഞുള്ളൂ, അവിടുത്തെ പ്രൈസ് നല്ല രീതിയിൽ സെല്ലും വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും പറഞ്ഞ രീതിയിലല്ല, നമ്മളുടെ സെറ്റപ്പിൽ മാത്രമാണ് പഠിച്ചു പോകുന്നത്. ഒരു സെറ്റപ്പ് പഠിക്കുക, അതിൽ ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യുക, അതിൽ നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഗോൾഡിന്റെ കാര്യങ്ങൾ ഇത്രേ പറയാനുള്ള. ഗോൾഡ് ഇനിയും പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ മിക്കവാറും ബുള്ളിഷിൽ തന്നെ പോകാനല്ല, പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ബുള്ളിഷിന്റെ POയിൽ എവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കിട്ടണമെങ്കിൽ, വിത്തൗട്ട് കൺഫർമേഷൻ അല്ല, കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ബൈ എടുക്കാം. ഏതെങ്കിലും നല്ലൊരു സെല്ലിംഗ് സെറ്റപ്പ് വരികയാണെങ്കിൽ ഞാൻ പറയുന്ന ആ ഒരു സെല്ല് ഞാൻ പറയണമെങ്കിൽ ആകെ കഴിഞ്ഞ ആഴ്ച ഒരു സെല്ലേ പറഞ്ഞോളൂ, 300 പിപ്പിന്റെ മൂവ്മെന്റ് കിട്ടി, നല്ല പ്രോഫിറ്റ്. ഞാൻ എടുത്ത ട്രേഡാണ്. നമ്മുടെ റിയൽ അക്കൗണ്ടിലൊക്കെ നല്ല പ്രോഫിറ്റ് എടുത്ത് നല്ല വിഡ്രോവലൊക്കെ നടത്തിയത്. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് മാത്രം സെല്ല് എടുക്കുക. അതിൽ ഒരുപാട് റിസ്ക് കൊണ്ടേ വെക്കാതിരിക്കുക. എല്ലാ ട്രേഡിനും നിങ്ങൾ വെക്കുന്ന എത്ര റിസ്ക് ആണോ ആ റിസ്കിൽ തന്നെ കൊണ്ടുപോകാൻ നോക്കുക. എന്താ വെച്ചാൽ കൂടുതൽ റിസ്ക് എടുക്കുന്ന ട്രേഡിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ സാധാരണ റിസ്കിൽ എടുത്ത് റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും. നമുക്ക് വീക്ക്ലി മന്ത്ലി പ്രോഫിറ്റ് പോകണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകണം നമ്മൾക്ക്. എന്നാൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഇമോഷണൽ ബാധിക്കാതെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് GBP USDയിലേക്ക് വരാം. GBP USDയിലും ഈ ആഴ്ച നല്ല ട്രേഡ്സുകൾ ഉണ്ടായിരുന്നതിന് നമുക്ക് മന്ത് തുടങ്ങി പ്രീവിയസ് മന്തിന്റെ ഹൈ എടുത്തിട്ടുണ്ട്. അതിലൊരു പുൾ ബാക്ക് നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. വീക്കിൻ്റെക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഒരു ഇന്റേണൽ ഐഡിയം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും പ്രൈസ് ഒരു പുൾ ബാക്ക് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇംബാലൻസ് വരെയെങ്കിൽ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് GBPയിൽ സെല്ലും ബൈയും എടുക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച സെല്ലും ബൈയും ഞാൻ എടുത്തായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഒരു ട്രേഡ് കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് TP കിട്ടിയത്. അതേപോലെ തന്നെ ഈ ആഴ്ച ഞാനൊരു ബൈ എടുത്തായിരുന്നു, അതേപോലെ സെല്ല് എടുത്തായിരുന്നു. നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് അത് രണ്ടിൽ നിന്നും കിട്ടിയായിരുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ടാർജറ്റ് വെക്കുന്നതിന്റെ ഗുണം, ചിലത് വന്ന് കറക്റ്റായിട്ട് TP അടിക്കും,
ചിലതൊന്ന് ബ്രേക്ക് ഈവൻ അടിക്കും. മൾട്ടിപ്പിൾ ടാർഗറ്റ് വെക്കണമെങ്കിൽ നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടാതിരിക്കില്ല, മൾട്ടിപ്പിൾ ട്രേഡും എടുക്കണം. അപ്പോൾ ഡെയിലി നോക്കണമെങ്കിൽ പ്രൈസ് ഒരു ആദ്യം ഒരു ഇന്റേണൽ ഐഡിയം എടുത്തു, പ്രൈസ് ചെറിയൊരു ബിയറിഷ് മൂവ്മെന്റ് വന്നു, അടുത്തൊരു ഇന്റേണൽ ഐഡിയം എടുത്തിട്ടുണ്ട്. പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ നിന്നുണ്ട്. ഇവിടെ മൂവ് ചെയ്യണമെങ്കിൽ മിക്കവാറും ഈ ഇന്റേണൽ ഐഡിയം വരെ എങ്കിലും മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് 4 അവറിലേക്ക് വരാം. നമ്മൾ ഈ കറൻസിയിലൊക്കെ നമ്മൾ സിം ട്രേഡ് എടുക്കുമ്പോഴുള്ള പ്രോബ്ലംസ് ആണ്, ബ്രേക്ക് ഈവൻ അടിക്കാനുള്ള സാധ്യതയാണ്. നമ്മൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഗോൾഡിൽ എടുക്കുന്ന ട്രേഡ് ഒരു 10 എണ്ണത്തിൽ 8 എണ്ണം അല്ലെങ്കിൽ 7 എണ്ണം TP അടിക്കുകയാണെങ്കിൽ അതിന്റെ നേർപകുതി ഒരു 4 എണ്ണം TP അടിക്കാനുള്ള സാധ്യതയുള്ളു. എന്ന് വെച്ചാൽ ബ്രേക്ക് ഈവൻ അടിക്കാനുള്ള കറൻസിയാണ്, രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുക. അതുകൊണ്ട് രണ്ട് സൈഡിലേക്കും എൻട്രി എടുക്കുക, ബൈ എടുക്കുക സെല്ല് എടുക്കുക, രണ്ട് ഏരിയയിലേക്കും എൻട്രീസ് എടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ഈ ഒരു 4 അവറിന്റെ സെറ്റപ്പിലാണ് ഇവിടെ നിന്ന് ഈ എൻട്രി എടുത്താൽ ഞാൻ പറഞ്ഞു ഇവിടം വരെ പോകാമെന്ന്. പക്ഷെ പ്രൈസ് ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വരാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിംഗ് ട്രേഡ് പോലും ഈ ഒരു ഏരിയയിലൊക്കെ കൊണ്ട് TP വെച്ച് ഇറങ്ങി മാറിയത്. അപ്പൊ നമുക്ക് നോക്കണമെങ്കിൽ 4 അവറിൽ പ്രൈസ് ഇപ്പോഴും ബുള്ളിഷാ. 4 അവറിൽ ഒരു ഓർഡർ ഫ്ലോ ഉണ്ട്. പ്രൈസ് നമ്മുടെ ആ മന്തിന്റെ ഹൈ അല്ലെങ്കിൽ വീക്കിന്റെ ആ ഇന്റേണൽ ഐഡിയം എടുത്തിട്ട് ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ ഇവിടം വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടം വരെയൊക്കെ ലാസ്റ്റ് TP നിങ്ങൾക്ക് വെക്കാം, ലാസ്റ്റ് TP ഇവിടെ വെക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓർഡർ ഫ്ലോ കാണാം. 1 അവറിൽ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് ഉണ്ട്. 1 അവറിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത് ഇതാണ്. 1 അവറിലാണെങ്കിൽ ഇത് റിയാക്ട് ചെയ്യണമെങ്കിൽ ഒരിക്കലും ബൈ എടുക്കാതിരിക്കരുത്. പ്രൈസ് ബുള്ളിഷിൽ നിൽക്കണേണ്. 4 അവർ 1 അവർ 50 മിനിറ്റ് ഒക്കെ ബുള്ളിഷ് ആണ്, ഡേ മാത്രമേ ബിയറിഷുള്ളൂ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു കറൻസിയാണ്, ഗോൾഡ് പോലെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഇവിടെ നിന്നും പ്രൈസ് മൂവ് ചെയ്യുക, ഇവിടെ നിന്ന് പ്രൈസ് മൂവ് ചെയ്യുക, ഈ ഹൈ വരെ എടുക്കുക. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ടാർഗറ്റ്. അപ്പൊ ഒരു സൈഡിലേക്ക് മാത്രം ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് കറൻസിയിൽ വളരെ വളരെ ലോസ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ഇല്ല. രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലെ ട്രേഡ് റണ്ണിങ് ആയിരിക്കും. പക്ഷെ നമ്മൾ മൾട്ടിപ്പിൾ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ഒരു ബൈയും ഒരു സെല്ല് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് 2 റണ്ണിങ് ആണെങ്കിൽ 2 ടാർഗറ്റ് വെച്ചെങ്കിലും ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും, നല്ല പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് 50 മിനിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 മിനിറ്റിലും ഇവിടെ പ്രൈസ് ഇതെടുത്ത് ചിലപ്പോൾ ഇവിടെ നിന്ന് വരാം, ഇവിടെ നിന്ന് വന്ന് പ്രൈസ് ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം തിരിച്ചു വരാം. ചിലപ്പോൾ ഈ ഹൈ ഒന്ന് പോയി ലിക്വിഡേറ്റ് ചെയ്തിട്ട് പ്രൈസ് തിരിച്ചു വന്നിട്ട് നമ്മളുടെ ഈ 4 അവറിന്റെ ഓർഡർ ഫ്ലോ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് എൻട്രി എടുക്കാനേ ഞാൻ പറയുള്ളൂ. നമുക്ക് ഇവിടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതിനടിയിൽ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ GBP/USD ഉള്ളത്. അപ്പൊ ഇതനുസരിച്ച് നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ടൈം ഫ്രെയിമത്തെ എൻട്രികൾ സെറ്റ് ചെയ്യുക. നമുക്ക് OD/USD ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരുപാട് ബ്രേക്ക് ഈവൻ മാത്രം തന്ന, അധികം സെല്ല് എടുത്തിട്ടില്ല, 1-2 എൻട്രികളെ എടുത്തേക്കണ ബൈയും സെല്ലുമായിട്ട്. പക്ഷെ ബ്രേക്ക് ഈവൻ ആയിരുന്നു കൂടുതലും. മന്തിന്റെ ഒരു ഇന്റേണൽ ഐഡിയം എടുത്തിട്ടുണ്ട്. പ്രൈസ് എന്നാൽ ഇത് ലോ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഇത് എത്രത്തോളം റിയാക്ട് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്ക് വീക്കിന്റെ ആണെന്നുണ്ടെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തായിരുന്നു അല്ലെ, ബുള്ളിഷാണ്. ഇപ്പൊ ഈ മാസം തുടങ്ങിയിട്ട് പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെയാണ് പോകുന്നത്. ഡെയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നല്ലൊരു സെല്ല് എടുക്കണം കേട്ടോ. ഒരു ലോങ് ടൈം ട്രേഡ് എടുക്കാവുന്നത്, അത് മൾട്ടിപ്പിൾ ടാർഗറ്റ് തന്നെ ഇട്ട് സെല്ല് ചെയ്യേണ്ടതാണ്. 4 അവറിലെ ഇത് നമ്മൾ സെല്ല് ചെയ്തായിരുന്നു. അതേപോലെ ഇവിടെ മന്തിന്റെ ഹൈ എടുത്തു കഴിഞ്ഞപ്പോൾ സെല്ല് ചെയ്തായിരുന്നു. അത് ഏകദേശം ബ്രേക്ക് ഈവൻ അടിക്കാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോൾ അവിടുന്ന് പ്രൈസ് തന്നെ ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രൈസ് തിരിച്ച് കയറി വരാനുള്ള സാധ്യതയും ഉണ്ട്. എന്ന് വെച്ചാൽ കറൻസിയാണ്, രണ്ട് സൈഡിലേക്ക് എടുക്കണ്ടേ. ഇവിടെ നിന്നൊക്കെ നമ്മൾ എടുത്തു, പക്ഷെ ഒരു ഗുണം ഉണ്ടായില്ല. നമ്മളത് ചെറിയ ട്രേഡ് എടുക്കുന്ന നോക്കിയാൽ നല്ല രീതിയിൽ TP അടിക്കുന്നു. സിംഗ് ട്രേഡ് എടുക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ എപ്പോൾ വേണമെങ്കിലും മൂവ് ചെയ്യാം. പിന്നെ ന്യൂസ് പല രീതിയിൽ ന്യൂസിന് മൂവ്മെന്റ് കിട്ടും. ഇവിടെ 15 മിനിറ്റിന്റെ ഉണ്ടാകും. എല്ലായിടത്തായിട്ടും നിങ്ങൾ എടുക്കുക. നിങ്ങളിപ്പോൾ ഇവിടെ സെല്ല് എടുത്തു കഴിഞ്ഞു, അടുത്ത നോക്കിയാൽ ഇവിടെ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ബൈ എടുക്കുക. ആ ന്യൂസിന്റെ സമയത്താണെങ്കിൽ വേണ്ട. അതിനുശേഷം 15 മിനിറ്റിന്റെ ഐഡിയം എടുത്തു, എന്റെ എക്സ്ട്രീം മൂവിൽ പ്രൈസ് വന്നു, ഇവിടെ നിന്നൊരു ബൈ എടുത്തുവിടും. നല്ല എൻട്രി ആയിരുന്നു. അപ്പൊ ചെറിയൊരു സ്ഥിരമായിട്ട് ഈ പെയർ മാത്രം നോക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി EUR/USD വരാം. EUR/USD കഴിഞ്ഞ ആഴ്ച നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. കുറച്ചുപേരൊക്കെ എനിക്ക് അഴിച്ചു തന്നായിരുന്നു പ്രോഫിറ്റ് ഒക്കെ എടുത്തത്. മന്ത് തന്നെയാണെങ്കിൽ മന്തിന്റെ ഹൈ ഒക്കെ ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുൾ ബാക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം പുൾ ബാക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു ഇന്റേണൽ ഐഡിയം എടുത്തിട്ടുണ്ട്. നല്ലൊരു സെറ്റപ്പാണ്, നിങ്ങൾക്ക് ഒരു സെല്ല് നോക്കാവുന്നതാണ്. ഡേ ആണെന്നുണ്ടെങ്കിലും പ്രൈസ് നമ്മൾ ആ ഇന്റേണൽ ഐഡിയം എടുത്തതിന് ശേഷം പ്രൈസ് 2 ദിവസം ബിയറിഷിലേക്ക് കാണുന്നത് കണ്ടോ. അപ്പൊ നമ്മൾ ബൈ എടുത്തോണ്ടിരിക്കണമെങ്കിൽ നമുക്ക് അവിടെ ബൈ നിർത്താനും നല്ലൊരു സെല്ല് ഉണ്ടെങ്കിൽ സെല്ലിലേക്ക് നോക്കാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ പ്രൈസ് അവിടെ നിന്ന് 4 അവറിന്റെ
ഒരു സപ്ലൈ OB-യിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു മൂവ്മെന്റ് ഇവിടെ നിന്ന് നടത്തി, പക്ഷെ തിരിച്ച് പ്രൈസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങിപ്പോരാം. 4 hour ആണ് മെയിനായിട്ട് അതിൽ ഞാൻ നോക്കുന്നത്. ഇപ്പൊ 50 മിനിറ്റ് വരെ ആയിട്ട് ഡ്രോയിങ് വരക്കാറില്ല നമ്മള്. 50 മിനിറ്റിലെ 1 hour വരെ ഞാൻ യൂറോന്റെ ഡ്രോയിങ് വരക്കാറില്ല. എന്ന് വെച്ചാൽ ഞാൻ ട്രേഡ് ചെയ്യാറില്ല. പിന്നെ നമുക്ക് അതിന്റെ ഒരു ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 hour വരെ നോക്കുന്നതാണ് ബെറ്റർ. 1 hour ഓൾറെഡി പ്രൈസ് ബുള്ളിഷ് ആണ്, ചിലപ്പോൾ ഈ OB-യിൽ വരാം. പ്രൈസ് എല്ലാം ബ്രേക്ക് ചെയ്യുക. നമ്മുടെ ഇപ്പം മന്തിന്റെ ലിക്വിഡിറ്റി എടുത്തേക്കണേ 4 hour ഒരു എക്സ്ട്രീം OB-യിൽ വന്നിരിക്കുന്നതിന്റെ മൂവ്മെന്റ്, പക്ഷെ നല്ല മൂവ്മെന്റ്. ഏകദേശം ഒരു 50 ഇപ്പൊ ഞാൻ നോക്കിയായിരുന്നു, 50 ഇപ്പൊക്കെ നല്ല മൂവ്മെന്റ് കിട്ടി. ഈ ടാർഗറ്റ് ഫസ്റ്റ് നോക്കിയിരുന്നവർക്ക് ഇത് കിട്ടി, അതിന് പ്രൈസ് തിരിച്ചു പോയത് ന്യൂസ് ആണെന്നും പറയാൻ പറ്റൂല. അതിന്റെ ഒരു മൂവ്മെന്റ് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നതാണ്. ആ ഇംബാലൻസ് ചിലപ്പോൾ എടുത്തിട്ട് ഇനി ഇറങ്ങാനുള്ള പരിപാടിയായിരിക്കും. അപ്പൊ അത് നോക്കുക. രണ്ട് സൈഡിലേക്കും തന്നെ ട്രേഡ് നോക്കാനേ ഞാൻ പറയുള്ളൂ. കറൻസിയിലേക്ക് എല്ലാവരും ഗോൾഡിൽ ബൈ മാത്രം നോക്കുക, സെല്ല് വളരെ ശ്രദ്ധിച്ചു വേണം സെല്ല് നോക്കാനായിട്ട്. ഇപ്പൊ ഗോൾഡിൽ ഞാൻ ആ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരും ബൈ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞ എടുക്കുക, ധൈര്യമായിട്ട് ബൈ എടുക്കുക. നിങ്ങൾ സെല്ല് എടുത്തെന്നും പറഞ്ഞ് ഞാൻ സെല്ല് പലപ്പോഴും കൗണ്ടർ ട്രേഡ് എനിക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പേടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും സെല്ലിലേക്ക് മാത്രം നോക്കി നിൽക്കും. അപ്പൊ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലോസ് ഉണ്ടാകും കേട്ടോ. പ്രൈസ് പിന്നെ ഇവിടെ വന്നു, നമ്മുടെ 1 hour നോക്കിയ 1 hour പ്രൈസ് നേരെ വന്നു. 1 hour ഇവിടെ ഒരു OB-യിൽ നിന്നാണ് പ്രൈസ് പോയേക്കണത് അല്ലെ. ഒരു ഐഡിയയും ഇല്ല, എന്നാലും പ്രൈസ് എന്ത് ചെയ്യുക, 1 hour ഒരു OB-യിൽ നിന്നാണ് പ്രൈസ് പോയേക്കണം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഞാൻ ഒരു സെല്ല് എടുത്തെന്നും മനസ്സിലായി, അവിടെ നിന്ന് പ്രൈസ് 1-2 ദിവസത്തേക്ക് പ്രൈസ് ബിയറിഷ് ആണ്, ഒരു ഹൈ പ്രയോറിറ്റി ഏരിയയാണ് പുൾ ബാക്ക്. നിങ്ങളൊരു ബൈ എടുത്തോണ്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് സെല്ലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത. അതൊക്കെ ആ ദിവസം പ്രൈസ് ഫുൾ ബിയറിഷ് ഒരു ക്യാൻഡിലാണ്. അപ്പൊ ആ ദിവസം സെക്ഷൻ്റെയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. ഒരു ഹയർ നമ്മൾ സാധാരണ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ആഴ്ചയിലത്തെ ഏറ്റവും ബെറ്റർ ട്രേഡ് എവിടെയായിരുന്നു, ഇപ്പൊ 50 മിനിറ്റിൽ ഇന്റേണൽ എടുത്തിട്ടുള്ള ട്രേഡ് ആയിരുന്നു, അത് മാത്രമായിട്ട് നോക്കുക. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീക്കും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.